വിദ്യാർത്ഥികൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഡി.ജി. മോഹൻദാസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി 3 ദിവസം ഹാജരാകണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ചന്തു, ഇനി ചോദ്യം ചെയ്യൽ നടപടികളാണ്. അതിൽ ആദ്യഘട്ടത്തിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നടക്കാൻ പോവുകയാണ്. എന്താണ് വിശദാംശം? രുചിഷ്, അല്പസമയം മുൻപാണ് ടി.ജി. മോഹൻദാസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. തിരുവനന്തപുരത്ത് തൈക്കാടുള്ള സൈബർ സിറ്റി ക്രൈം പോലീസ് ഓഫീസിന് ആണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രധാനമായും ഇന്നലെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. ഉപാധികളോടുകൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ആ ഉപാധികളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്നു മുതൽ തുടർച്ചയായി 3 ദിവസം ഹാജരാകണമെന്നതാണ്. അതായത് അന്വേഷണത്തോട് സഹകരിക്കണം. പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന് പ്രോസിക്യൂഷൻ ഇന്നലെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ടി.ജി. മോഹൻദാസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഓരോ ആഴ്ചകളിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് എത്തണമെന്നതടക്കമുള്ള ഉപാധികൾ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് അന്വേഷണത്തോട് സഹകരിക്കും എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ടി.ജി. മോഹൻദാസിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചത്. എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ തെളിവുകളടക്കം ടി.ജി. മോഹൻദാസിന്റെ അടുത്തു നിന്നും ഇന്നലെ തന്നെ ഈ സൈബർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഫോണിൽ നിന്ന് തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സൈബർ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിലെ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന ഒരു നിലപാടിലാണ് അന്വേഷണ സംഘം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ടി.ജി. മോഹൻദാസിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളുമായി അന്വേഷണ സംഘം ചോദിച്ചത്. ശരി ചന്തു, എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇത് കോടതിയുടെ ഉത്തരവിൽ ചില വിമർശനങ്ങളൊക്കെ ഉള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആദ്യഘട്ടത്തിൽ ഇന്ന് 3 ദിവസം ഹാജരാകണമെന്നാണ് അറിയിച്ചത്. ഇന്ന് ഹാജരായിട്ടുണ്ട് ടി.ജി. മോഹൻദാസ്. മറ്റു